ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന 3 ടെസ്റ്റ് നെറ്റുകളുടെ മേജർ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ വരെ ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് യാല ഫൈനാൻസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ്. യാല ഫൈനാൻസിൽ ഇപ്പോൾ നിലവിൽ യാല ടെസ്റ്റ് നെറ്റ് വേർഷൻ 2 V2 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ വേർഷൻ 1 ചെയ്തുകൊണ്ടിരുന്നത് TBTC YBTC ആക്കി, അത് YU ടോക്കൺ ആക്കിയതിന് ശേഷം സ്റ്റേക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് LP ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, യാല ഫൈനാൻസിൻ്റെ പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സ്റ്റേക്ക് LP എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LP ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പുതുതായിട്ട് എനേബിൾ ആയിട്ടുണ്ട് വേർഷൻ 2. അപ്പോൾ വേർഷൻ 2 നോക്കുകയാണെങ്കിൽ നമുക്ക് LP ടോക്കൺ 0 ആണ് കിട്ടുക. ഇതാണ് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് വന്നത്. എവിടെ നിന്നാണ് ഈ LP ടോക്കൺ കിട്ടുക, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് ആയിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൊസിഷൻസിലേക്ക് വരാം. ഓക്കെ, പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും YBTC/YU. അപ്പോൾ ഇത് കാണുന്നില്ല, ഈ ഒരു സംഭവമേ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യാല ഫൈനാൻസിൻ്റെ ടെസ്റ്റ് നെറ്റ് വേർഷൻ 1 V1 നിങ്ങൾ ഈ സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. V1 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ YBTC സ്വാപ്പ് ചെയ്തുകൊണ്ട് YU ആക്കി, എന്നിട്ട് ആ YU സ്റ്റേക്ക് ചെയ്തവർക്കാണ് ഈ പൊസിഷൻ കാണാൻ പറ്റുക. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വ്യൂ പൊസിഷനിലേക്ക് വരിക. വ്യൂ പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ക്ലോസ് വാൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ക്ലോസ് വാൾട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കയ്യിലുള്ള YU ടോക്കൺ അതുപോലെ തന്നെ YBTC ഈ 2 കോയിൻസ് നമുക്ക് ആവശ്യമാണ് നമ്മളുടെ LP ടോക്കൺ ആക്കി മാറ്റാൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ക്ലോസ് വാൾട്ട് കൊടുക്കുക. ക്ലോസ് വാൾട്ട് കൊടുത്ത് നമ്മൾ കൺഫർമേഷൻ വരും. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു വാൾട്ട് ക്ലോസ് ആവുകയും നമ്മൾ സ്റ്റേക്ക് ചെയ്ത് വെച്ച YU ടോക്കണും YBTCയും തിരിച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും YU ടോക്കൺ ബാക്കി ഉണ്ടാവണം, സ്റ്റേക്ക് ചെയ്യാത്ത YU ടോക്കൺ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതില്ലാത്തവരെന്ത് ചെയ്യാം, ഞാൻ പാർട്ട് 1 കാണിച്ച പോലെ തന്നെ TBTC ടെസ്റ്റ് നെറ്റ് BTC YBTC ആക്കുക, YBTC എന്നിട്ട് YU ടോക്കൺ ആക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ YU ടോക്കൺ ബാലൻസ് ഉണ്ടാവും. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിൽ പാർട്ട് 1 വീഡിയോ കാണാം, താഴെ ലിങ്ക് കൊടുക്കാം. അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് TBTC YBTC ആക്കുക, അതിനുശേഷം YU ടോക്കൺ ആക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ YU ടോക്കൺ വരെ ആക്കാം. ഓക്കെ, എന്നിട്ടും അങ്ങനെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ നോട്ട് ഇനഫ് YU എന്ന് ചോദിക്കുന്നിടത്ത് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കയ്യിലുള്ള YBTC ഡയറക്റ്റ്ലി YU ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും YU ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കൺഫർമേഷൻ ക്ലിക്ക് ചെയ്താൽ വർക്കാവും. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും കൺഫേം ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ അത്രയും കൂടുതൽ YU ഇല്ല, ചെറിയ ക്വാണ്ടിറ്റി ഓഫ് YU മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇവിടെ കാണാൻ പറ്റും നോട്ട് ഇനഫ് YU എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ ഈ ഒരു YU ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ U ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഈ ഒരു വോൾട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ച് YU വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ടെസ്റ്റ് നെറ്റ് BTC ഉണ്ടെങ്കിൽ അത് സ്വാപ്പ് ചെയ്തുകൊണ്ട് ആക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ സ്വാപ്പിലേക്ക് പോകാൻ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് വരുന്നു. ബാക്ക് വന്നാൽ വീണ്ടും പോർട്ട്ഫോളിയോ സെക്ഷനിലാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് സ്വാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സ്വാപ്പ് ക്ലിക്ക് ചെയ്തു. സ്വാപ്പ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും YBTC ഇവിടെ കിടക്കുന്നുണ്ട്, YU ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും YBTC ഉണ്ട്. ഞാനിത് മാക്സ് കൊടുക്കുന്നു. ഇത് മാക്സ് കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിലുള്ള 0.0010 അത്രയും YBTC ഞാൻ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 275 YU ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സ്വാപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വർക്കാവാൻ സാധ്യതയില്ല. എന്തായാലും ചെയ്ത് നോക്കാം. സ്വാപ്പ് കൊടുത്തു. ഓക്കെ, സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റാമാസ്ക് കൺഫർമേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടെ കാണാൻ പറ്റും മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, കൺഫേം കൊടുത്തു. ഓക്കെ, ഞാൻ PC യിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ എല്ലാം വർക്കാവും. മൊബൈലിൽ ചെയ്യുന്നവർ വീണ്ടും ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. PC യിൽ തന്നെ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും. ഞാൻ ഇന്നലെ ഏകദേശം 2 മണിക്കൂറോളം ഇരുന്നിട്ടാണ് എനിക്കിത് സക്സസ് ആയത്. ഓക്കെ, LP ടോക്കൺ ആക്കി മാറ്റാൻ പറ്റിയത് PC യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പാടുണ്ടാവും എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിലുള്ള YBTC ഞാനിപ്പോൾ സ്വാപ്പ് ചെയ്തുകൊണ്ട് YU ടോക്കൺ ആക്കി മാറ്റി. ഓക്കെ, ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇനി YBTC എങ്ങനെ കിട്ടും, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. TBTC YBTC ആക്കി മാറ്റണം. ഒന്നും ചിലവില്ല, എല്ലാം ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് ഈ ടെസ്റ്റ് നെറ്റ് ടോക്കൺ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. ഈ എയർ ഡ്രോപ്പിൽ നിന്ന് എന്തോ ലക്ഷങ്ങൾ കിട്ടും, കോടികൾ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ക്യാഷ് മുടക്കി YBTC ഒക്കെ അല്ലെങ്കിൽ TBTC ഒക്കെ വാങ്ങുന്നവരുണ്ട്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ യാല ഫൈനാൻസ് നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും ഗ്യാരണ്ടീഡ് എന്നൊന്നും ആരും പറയുന്നില്ല. നല്ല റാങ്കിൽ വന്നാലായിരിക്കും നിങ്ങൾക്ക് നല്ല എമൗണ്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് ഇത്ര എമൗണ്ട് ഉറപ്പായിട്ടും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഈ യാല ഫൈനാൻസിൻ്റെ എയർ ഡ്രോപ്പ് ഏത് വർഷമാണ് വരിക എന്നുള്ള പോലും നമുക്കറിയില്ല. നല്ല ടെസ്റ്റ് നെറ്റ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട്
നമ്മൾ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിരിക്കും എയർ ഡ്രോപ്പ് കിട്ടുക. ആ കാര്യം മനസ്സിലാക്കുക. അങ്ങനെയാണ് ടെസ്റ്റ് നെറ്റ് ഒരു ചെയിൻ ഡെവലപ്പായി വന്ന് അതിന് വ്യക്തമായുള്ള യൂസ് കേസ് കാര്യങ്ങളെല്ലാം വന്നാൽ മാത്രമാണ് അത് മാർക്കറ്റിലേക്ക് ഈ കോയിൻ റിലീസ് ആവുകയും ഈ ഒരു എന്താ പറയുക ഈ യാല എന്ന് പറയുന്ന യാല ഫൈനാൻസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് മെയിനായിട്ട് ഈ മെയിൻ നെറ്റിലേക്ക് മാറുകയും ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലും ഒരാളോടും ഒരു രൂപ പോലും മുടക്കാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ അത്ര മുടക്കി ഞാൻ ഇത്ര മുടക്കി കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ് എന്നോട് പറയരുത്. കാരണം ഞാൻ ആരോടും ഇവിടെ ക്യാഷ് മുടക്കാൻ പറയുന്നില്ല. ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ വയ്യു ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാനിപ്പോൾ വയ്യു ആക്കി മാറ്റി വീണ്ടും. അതിനുശേഷം വ്യൂ പൊസിഷനിലേക്ക് വീണ്ടും പോയി. ഇവിടെ അടക്കം നമുക്ക് വാൾട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ലോഡാവാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഞാനവിടെ എന്ത് ചെയ്തു, ക്ലോസ് വാൾട്ട് കൊടുത്തു, കൺഫേം ക്ലിക്ക് ചെയ്തു. എൻ്റെ കയ്യിൽ ഇപ്പോൾ വയ്യു ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രാവശ്യം നമ്മളുടെ ഈ ഒരു വാൾട്ട് ക്ലോസ് ആവുന്നതാണ്. ഓക്കെ, വീണ്ടും മെറ്റാമാസ്കിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്താൽ ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുക. പോപ്പപ്പ് ആയിട്ട് വന്നുകൊള്ളണം എന്നില്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ കുറേ പ്രാവശ്യം ചെയ്താലായിരിക്കും ആവുക. എനിക്ക് തന്നെ 4-5 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ആവുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം ചെയ്തിട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ടെസ്റ്റ് നെറ്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. എല്ലാ ടെസ്റ്റ് നെറ്റുകളും ഇങ്ങനെ തന്നെയാണ് വർക്ക് ആവുക. എല്ലാ സാധനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുകയാണെങ്കിൽ ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്ന സംഭവമേ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഈ ഒരു പൊസിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ പൊസിഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, LP ടോക്കൺ ആക്കി മാറ്റണം. ഓക്കെ, അതിനുവേണ്ടി വീണ്ടും ഗോ ബാക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റേക്ക് LP ടോക്കൺ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ LP ടോക്കൺ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ട് LP ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് LP ടോക്കൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട എന്താണ്, YBTC/YU എന്ന് പറയുന്ന ട്രേഡിംഗ് പെയറിലേക്ക് നമ്മൾ ലിക്വിഡിറ്റി ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി എന്താണ്, പെയർ എന്താണെന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ ഓവർ ചിന്തിക്കേണ്ട, ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. വീഡിയോ ലെങ്ത് ആവുന്നത് എന്നുള്ളതാണ് അവരുടെ കൺസേൺ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലെങ്ത് കുറയ്ക്കാനാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിസ്വാപ്പിൻ്റെ പേജിലേക്ക് വരും. ഓക്കെ, യൂണിസ്വാപ്പിൻ്റെ പേജിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നമുക്ക് കണക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും, നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ മെറ്റാമാസ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ യാല ഫൈനാൻസിലും കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും മെറ്റാമാസ്കിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണക്ട് കൊടുക്കുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്ക് അക്കൗണ്ട് ഇവിടെ കണക്ട് ആവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, വീണ്ടും ഈ വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ടെസ്റ്റ് നെറ്റ് മോഡ് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് മറക്കരുത്, ഇത് ചെയ്താൽ മാത്രമാണ് വർക്ക് ആവുക. ഓക്കെ, ടെസ്റ്റ് നെറ്റ് മോഡ് എനേബിൾ ചെയ്തു. അതിനുശേഷം വീണ്ടും ബാക്കിലേക്ക് വരിക. ഈ ഒരു ടെസ്റ്റ് നെറ്റ് മോഡ് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് YBTC അതുപോലെ തന്നെ YU ഈ 2 ടോക്കൺസും ഇവിടെ സെലക്ട് ആയി വരും. ഇനി അഥവാ വന്നില്ല എന്ന് വിചാരിക്കുക, വേറെ എന്തെങ്കിലും ടോക്കൺസ് ആണ് ഇവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റീസെറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, റീസെറ്റ് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ YBTC YU ഈ 2 പേഴ്സ് സെലക്ട് ആയി വരും. ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, YBTC YU ഈ 2 സംഭവങ്ങളും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ബാലൻസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള YBTCൻ്റെ എമൗണ്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 0.002 ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, 0.001 എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും YU ടോക്കൺ നമ്മളുടെ കയ്യിൽ 256 ഉണ്ടെങ്കിലേ നമുക്ക് 0.001 YBTC ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഷ്യോ, ഇത് സെയിം പെയറാണ്. YBTC/YU എന്ന് പറയുന്ന ഒരു പെയറാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള YBTC കൂടുന്തോറും അതിനോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഈ YU ടോക്കൺ എണ്ണവും കൂടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ YU ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ എത്ര YU ഉണ്ടോ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള YBTC ടോക്കൺ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിക്കോളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 173 ആണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, 173 ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു 100 എണ്ണമാണ് ചെയ്യുന്നത്. ഓക്കെ, 100 YU ടോക്കൺ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 100 YU ടോക്കൺ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള YBTC ഓട്ടോമാറ്റിക്കലി ഇവിടെ കൗണ്ട് വന്നോളും. ഇത് അഡ്ജസ്റ്റ് ചെയ്യരുത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, റിവ്യൂ ക്ലിക്ക് ചെയ്തു. റിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ കൺഫേം ഇൻ വാലറ്റ് എന്ന് പറഞ്ഞ് മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ മെറ്റാമാസ്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കൺഫേം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ, ഈ ട്രാൻസാക്ഷൻ എല്ലാം സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഫീ പേ ചെയ്യണം. ഒറിജിനൽ ഇതേറിയം അല്ല, ടെസ്റ്റ് നെറ്റ് ഇതേറിയം ആണ് വേണ്ടത്. അപ്പോൾ പൈസ ചിലവില്ല എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കണക്ട് ചെയ്ത മെറ്റാമാസ്കിൽ എന്ത് ചെയ്യണം, സെഫോലിയ നെറ്റ്വർക്കിൽ കുറച്ച് സെഫോലിയ ഇതേറിയം വേണം. എൻ്റെ കയ്യിൽ കാണാൻ പറ്റും 2.1 സെഫോലിയ ഇതേറിയം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ എമൗണ്ട്
ഓഫ് സെഫോലി ഇതേറിയും ഗ്യാസ് ഫീ കൊടുക്കാൻ വേണം. രണ്ടൊന്നും വേണ്ട. ഓക്കെ, ചെറിയ എമൗണ്ട് മതി, വളരെ ചെറിയ എമൗണ്ട് 0.001 അങ്ങനെ എന്തെങ്കിലും ചെറിയ എമൗണ്ട് മാത്രം മതി. ആ ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വർക്ക്. അവിടെ കാണാൻ പറ്റും ആഡ് ലിക്വിഡിറ്റി ഞാൻ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, സ്വാപ്പ് ചെയ്തു, ഇതൊക്കെ ഇന്നലെ ചെയ്താണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഗ്യാസ് ഫീ ആയിട്ട് പോകും. സെഫോലിയാണ് ഇവിടെ 0 എന്നാണ് കാണിക്കുന്നത്. വളരെ ചെറിയ സെഫോലിയ മാത്രമേ നിങ്ങൾക്ക് ഫീ ആയിട്ട് പോകുള്ളൂ. ഇവിടെ കാണാൻ പറ്റും 0.000499 സെഫോലിയ ഇത് ഞാനിപ്പോൾ ചെയ്ത ഈ കൺഫർമേഷന് വേണ്ടി ചിലവായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെറ്റാമാസ്കിൽ ചെറിയ എമൗണ്ട് ഓഫ് സെഫോലിയ ഇതേറിയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വർക്കാവുക. എന്താണ് സെഫോലിയ, എവിടെ നിന്നാണ് കിട്ടുക എന്നൊന്നും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ പാർട്ട് 1 ഈ കാര്യങ്ങളെല്ലാം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണ്, പരിചിതമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു യുവർ പൊസിഷനിൽ നമ്മുടെ ഈ ഒരു YBTC/YU എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് ആയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ ലിക്വിഡിറ്റി ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും ഞാൻ 100 YU ടോക്കൺ ലിക്വിഡിറ്റിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് YBTCയും ഞാനിവിടെ ലിക്വിഡിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു യൂണിസ്വാപ്പിൽ ഈ ഒരു YBTC/YU എന്ന് പറയുന്ന ഈ ഒരു പെയറിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ലിക്വിഡിറ്റി ഞാൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കെന്താ, ഇതിന് റിവാർഡായിട്ട് എനിക്ക് LP ടോക്കൺ കിട്ടും. അതിന് വീണ്ടും യാല ഫൈനാൻസിൻ്റെ പേജിലേക്ക് വരിക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ബാലൻസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാൻ സ്റ്റേക്കിലേക്ക് പോവാണ്. ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ വാലറ്റ് ബാലൻസ് ആയിട്ട് 0.1835 LP ടോക്കൺ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കരുത്, ഇതന്നെ വലിയ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് LP ടോക്കൺ മാത്രം മതി. നമുക്കിവിടെ കാണാൻ പറ്റും ഫോർ ഈച്ച് LP ടോക്കൺ ഇക്വലന്റ് ടു 1 YU സ്റ്റേക്ഡ് യു ഏൺ 0.04 ബെറീസ് പെർ അവർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിൽ നമുക്ക് 0.04 ബെറീസ് വെച്ച് കിട്ടും. ഓക്കെ, ഒരു LP ടോക്കൺ ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ LP ടോക്കണിൻ്റെ അളവ് കൂടുന്നതോറും നമുക്ക് കിട്ടുന്ന ബെറീസിൻ്റെ അളവും കൂടും. ഓക്കെ, LP ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് മാക്സ് കൊടുക്കുക, അതിനുശേഷം സ്റ്റേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ LP ടോക്കൺ സ്റ്റേക്ക് ആവുന്നതാണ്. മെറ്റാമാസ്കിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ കൺഫേം കൊടുക്കാൻ പോവാണ്. ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ചാർജസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം സെഫോലി ഇതേറിയമാണ്, ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ആണ്. ഒന്നിലും റിയൽ മണീൻ്റെ ആവശ്യമില്ല. കറക്റ്റായുള്ള ക്യാഷ്, ഒറിജിനൽ ക്യാഷ് എവിടെയും നമുക്ക് ആവശ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന സെഫോലി ഇതേറിയം, ടെസ്റ്റ്നെറ്റ് BTC, YU, LP ഇതെല്ലാം ഫ്രീ ആണ്. ഓക്കെ, ₹1 പോലും ചിലവില്ല. ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ സ്റ്റേക്ക് ആവുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും LP ടോക്കൺ സ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും എൻ്റെ ടോട്ടൽ LP ടോക്കൺ സ്റ്റേക്കിഡിൽ കാണാൻ പറ്റും $138 വേർത്ത് ആയിട്ടുള്ള LP ടോക്കൺ ആണ് ഞാൻ സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോളർ എന്നൊക്കെ പറയുന്നത് ഡെമോ മാത്രമാണ്, ഒറിജിനൽ എമൗണ്ട് അല്ല. ആ കാര്യം മനസ്സിലാക്കുക. എല്ലാം ഡെമോ, എല്ലാം ടെസ്റ്റ്നെറ്റ് എമൗണ്ട് ആണ്, ഒന്നും ഒറിജിനൽ എമൗണ്ട് അല്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേർഷൻ അപ്ഡേറ്റ് യാല ഫൈനാൻസിൻ്റെ വേർഷൻ 2 നമുക്ക് ചെയ്യാനുള്ളത്. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസം ബെറീസ് കിട്ടിക്കോളും. ആ ബെറീസ് എന്ത് ചെയ്യുക, ഡെയിലി ചെക്കിൻ കിട്ടുന്ന ബെറീസും കളക്ട് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കലി കളക്ട് ആയിക്കോളും. പിന്നെ ഓരോ 72 മണിക്കൂറിൽ ബോക്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും അതിൻ്റെ റിവാർഡ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യാല ഫൈനാൻസിൽ ചെയ്യാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന സോണിക് ആർക്കേഡ്, സോണിക് എയർ ഡ്രോപ്പ് ആണ്. സോണിക്ക് എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് അധികം ടൈമൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഏകദേശം 2 മാസം മുൻപാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ ഉറപ്പായിട്ട് സമയം കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും പോയിന്റ്സ് കുറവ് തന്നെയാണ്. ഓരോരുത്തർക്ക് 200 പോയിന്റ് ഉള്ളൂ, 300 പോയിന്റ് ഉള്ളൂ എന്നൊക്കെ സങ്കടം പറയുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ആവറേജ് ആ ഒരു പോയിന്റ് തന്നെ ഉള്ളൂ. ലക്ഷക്കണക്കിന് പോയിന്റ്സ് ഒന്നും ആർക്കും ഇല്ല. ആ കാര്യം മനസ്സിലാക്കുക. ഒന്നാമത് റഫറൽ ലിമിറ്റ് ഉണ്ട് സോണിക് ആർക്കേഡിൽ. ഒരാൾക്ക് 20 പേരെ 30 പേരെ എന്താണ് മാക്സിമം റെഫർ ചെയ്യാൻ പറ്റുക, അതിൻ്റെ മേലേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റെഫറൻസ് ഉള്ളവർക്ക് നിങ്ങളെക്കാളും ഹ്യൂജ് ഡിഫറൻസ് അങ്ങനെയൊന്നും ഈ ഒരു സോണിക്കിൽ വരില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് സോണിക് ടെസ്റ്റ്നെറ്റിൻ്റെ ആർക്കേഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ എൻഡ് ആയിട്ടുണ്ട്. 200 മില്യൺ എസ് ടോക്കൺ, ഈ ഒരു എസ് എന്ന് പറയുന്ന ടോക്കൺ എയർ ഡ്രോപ്പ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 200 മില്യൺ എസ് ടോക്കൺ എങ്ങനെയാണ് കിട്ടുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സോണിക് എയർ ഡ്രോപ്പ് വർക്ക് ആവുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എസ് ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്, പുതിയൊരു ടോക്കൺ ആണോ? ഒരിക്കലും അല്ല. ഫാൻഡം എന്ന് പറയുന്ന നിലവിൽ മാർക്കറ്റിലുള്ള ടോക്കണിൻ്റെ റീബ്രാൻഡിങ് ആണെന്ന് വെച്ചാൽ പേരും ബ്രാൻഡും എല്ലാം മാറി വരുന്ന ടോക്കൺ ആണ് എസ്. അപ്പോൾ വിലയിലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഓൾറെഡി നമുക്ക് ഒരു എസ് ടോക്കണിൻ്റെ വില എത്രയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻഡം എന്ന് പറയുന്ന ടോക്കൺ. ഈ ഒരു ഫാൻഡം എന്ന് പറയുന്ന ടോക്കണാണ് പേര് മാറി റീബ്രാൻഡ് ആയിക്കൊണ്ട് എസ് ടോക്കൺ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാൻഡത്തിൻ്റെ നിലവിലെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ എസ് ടോക്കൺ വരുമ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ലിസ്റ്റിംഗ് പ്രൈസ് അറിയാം. 1.35 എന്ന് പറയുന്നതാണ് നിലവിലെ പ്രൈസ്. $1.35 ആണ്. ഇതാണ് നിലവിലെ ഫാൻഡത്തിൻ്റെ പ്രൈസ്. ഇത് തന്നെയാണ് എസ് ടോക്കൺ വരുമ്പോഴും അതിൻ്റെ പ്രൈസ് ആയിട്ട് ഉണ്ടാവുക.
ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് 200 മില്യൺ എസ് ടോക്കണാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു എസ് ടോക്കണിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചെന്ന പോലെ 1.35 ആണ്. അങ്ങനെയുള്ള 200 മില്യൺ എസ് ടോക്കണാണ് ഇവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എയർ ഡ്രോപ്പിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇനി എപ്പോഴാണ് നമുക്ക് ഈ എയർ ഡ്രോപ്പ് കിട്ടുക? ഇനി എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാനുണ്ടോ? ആ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് ടാസ്കുകൾ ഇതോടെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ സോണിക് ടെസ്റ്റ്നെറ്റ് ആർക്കേഡിലുള്ള ടാസ്കുകൾ മാത്രമാണ്. ഇനി മെയിൻനെറ്റ് ലോഞ്ച് ആവും. മെയിൻനെറ്റ് ലോഞ്ച് ആയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പോയിന്റ് കുറവാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. മെയിൻനെറ്റ് വരുമ്പോഴും നമുക്ക് ഒരുപാട് ടാസ്കുകൾ അതിലുണ്ടാവും, ഇൻട്രാക്ട് ചെയ്യാനുള്ള ടാസ്കുകൾ ഉണ്ടാവും. ബ്രിഡ്ജിങ്, സ്വാപ്പിംഗ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പോയിന്റ്സ് വീണ്ടും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ തീരെ പോയിന്റ്സ് ഇപ്പോൾ ഇല്ല എന്നുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും നമുക്ക് സമയമുണ്ട്. ഇനിയും മെയിൻനെറ്റ് റിലീസ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെയിൻനെറ്റിൽ എക്സ്ട്രാ ടാസ്കുകൾ ചെയ്തുകൊണ്ട് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എയർ ഡ്രോപ്പ് അലോക്കേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒറ്റയടിക്ക് മുഴുവനായിട്ടുള്ള എയർ ഡ്രോപ്പ് തരാൻ പോകുന്നില്ല. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത്രയും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോക്കൺ ആണ്. അപ്പോൾ പെട്ടെന്ന് എയർ ഡ്രോപ്പ് തന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇടിയും, ഉറപ്പാണല്ലോ. എങ്ങനെയാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത്? 25% TGE ടോക്കൺ ജനറേഷൻ ഇവന്റിൽ നമുക്ക് കിട്ടുമെന്നാണ് നിലവിൽ വരുന്ന ന്യൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാൻഡം എന്ന് പറയുന്ന ടോക്കൺ മാറി SI സോണിക് എന്ന് പറയുന്ന ടോക്കണായി വരുമല്ലോ. ആ വരുന്ന ദിവസം, ലിസ്റ്റിംഗിന്റെ ദിവസം, ടോക്കൺ ജനറേറ്റ് ആവുന്ന ദിവസം 25% എയർ ഡ്രോപ്പ്, അതായത് 200 മില്യന്റെ 25% അന്ന് എല്ലാവർക്കും എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കും. പിന്നീടുള്ള 75%, 100% നമുക്ക് എയർ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിൽ ബാക്കിയുള്ള 75% വെസ്റ്റേൺ ആണെന്ന് വെച്ചാൽ സ്റ്റേക്ക് ചെയ്യപ്പെടും 270 ദിവസത്തേക്ക്. ആസ് NFT പൊസിഷൻ എന്നാണ് പറയുന്നത്. വെച്ചാൽ NFT ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് റിവാർഡ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ 200 മില്യൺ ടോക്കൺസും അല്ലെങ്കിൽ 200 മില്യൺ എയർ ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പകുതി ആൾക്കാരും ലിസ്റ്റ് ആകുമ്പോൾ തന്നെ സെല്ല് ചെയ്യും. അപ്പോൾ ഒരു 100 മില്യൺ ടോക്കണിൻ്റെ സെൽ ഓഫ് ഒരുമിച്ച് വരുമ്പോൾ ഈ ടോക്കണിൻ്റെ പ്രൈസ് ഒരുപാട് താഴേക്ക് വരും. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല, അങ്ങനെ വരാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. 25% നമുക്ക് TGE തന്നെ കിട്ടും. ബാക്കിയുള്ള 75% വെസ്റ്റിംഗിലേക്ക് പോകും. 270 ദിവസമാണ് വെസ്റ്റിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ വെസ്റ്റിംഗ് എന്തായാലും വേണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ യോജിപ്പില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായേക്കാം. അന്ന് തന്നെ ഞങ്ങൾക്ക് എയർ ഡ്രോപ്പ് വേണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഷോർട്ട് ടൈം ഗെയിൻസിന് വേണ്ടിയിട്ടാണ്. ലോങ് ടൈമിലേക്ക് നമുക്ക് ഗെയിൻസ് ഉണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റേക്കിംഗ് നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. 25% നമുക്ക് ഓൾറെഡി തരുന്നുമുണ്ട്. അപ്പോൾ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി 200 മില്യൺ ടോക്കൺ എയർ ഡ്രോപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ടോക്കണിൻ്റെ വില എത്രയാണ് നമുക്കറിയാം. 25% ആദ്യം തരും, ബാക്കിയുള്ള 75% വെസ്റ്റിംഗ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. എല്ലാം ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റീനെ വെറുപ്പിക്കുന്ന ഒരു കാര്യം ഇവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നോക്കേണ്ടതും ഈ പ്രോജക്റ്റിന്റെ ഫ്യൂച്ചറാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് എയർ ഡ്രോപ്പ് നമുക്ക് മാത്രം ക്യാഷ് ഉണ്ടാക്കുക എന്നതല്ല, നമുക്ക് ആ ഒരു ഒറ്റയടിക്ക് എയർ ഡ്രോപ്പ് തരുന്നതിനേക്കാളും 10 ഇരട്ടി ലാഭമായിരിക്കും 25% ഇപ്പോഴും 75 കുറച്ചു കാലം വെസ്റ്റിംഗിലേക്ക് വെച്ചിട്ടും കിട്ടുന്നത്. കാരണം പീക്ക് ബുൾറൺ ടൈമിലായിരിക്കും നമുക്ക് ഈ 75% കിട്ടുക. അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ നല്ല വില കിട്ടും. ആ ഒരു കാര്യം മനസ്സിലാക്കി പക്വതയോടെ സംസാരിക്കുക. അല്ലാതെ 75% എടുത്തു വെച്ചിട്ട് അവർക്ക് എന്താണ് കിട്ടുക അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കരുത്. കാരണം ഇത് ടെലഗ്രാം എയർ ഡ്രോപ്പ് അല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പങ്കെടുത്ത് തന്നെ വളരെ കുറഞ്ഞ ആൾക്കാരാണ്. പങ്കെടുത്തതിൽ കളിക്കാൻ പറ്റിയത്, ഈ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റിയത് അതിലും കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ്. കാരണം മെയിൻ്റനൻസ്, എറേഴ്സ്, ഗെയിം കളിക്കാൻ പറ്റാത്ത ഇഷ്യൂസ്, ഒരുപാട് ആൾക്കാർക്ക് ഈ എറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എറേഴ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം സഹിച്ച് കളിച്ചവർക്ക് മാത്രമേ പോയിന്റ്സ് ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എയർ ഡ്രോപ്പിനും ആ ഒരു വാല്യൂ ഉണ്ടാവും എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ഡിസംബർ മാസത്തിൽ തന്നെ മെയിനായിട്ട് റിലീസ് ആവുമെന്നാണ് അവരുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ദിവസം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഡിസംബർ 2024 മെയിൻനെറ്റ് വരുന്നത് എന്നുള്ള കാര്യം. മെയിൻനെറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ടാസ്കുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിൽ പങ്കെടുത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വന്നിട്ടുണ്ട്? ഹ്യൂമാനിറ്റി സ്കാനർ എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫുൾ നെയിം, ഇമെയിൽ ID, ഹ്യൂമൻ ID, കൺട്രി, അതുപോലെ തന്നെ സിറ്റി, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും കയറി ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടതാണ് നെയിം, നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഹ്യൂമൻ ID അത് ഇവിടുന്ന് കിട്ടും. നിങ്ങളുടെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ പേജിലേക്ക് വരിക. നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹ്യൂമൻ ID കാണാൻ പറ്റും. ഇതാണ് എൻ്റെ വെൽത്ത് സർക്യൂട്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഹ്യൂമൻ ID. ഹ്യൂമൻ ID നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഹ്യൂമൻ ID ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഹ്യൂമൻ ID എന്നുള്ളത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്തതിനു ശേഷം കൺട്രി സെലക്ട് ചെയ്യണം. നമ്മളുടെ കൺട്രി ഏതാണ്? ഇന്ത്യ, INDIA, ഇന്ത്യ. ഓക്കെ, അതിനുശേഷം സിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സിറ്റി നിങ്ങൾ ഏത് സിറ്റിയിലാണോ ഉള്ളത്? ഞാനിപ്പോൾ എൻ്റെ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വയനാടെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വയനാട് കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏതാണ്, അല്ലെങ്കിൽ സിറ്റി ഏതാണ്, എന്തെങ്കിലും പേര് കൊടുത്താൽ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നെയിം, ഇമെയിൽ, ഹ്യൂമൻ ID, ഈ 3 കാര്യങ്ങളാണ്.
പിന്നെ കൺട്രിയും. ഓക്കെ, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹ്യൂമൻ ഐ ഡി തെറ്റിക്കരുത്, കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൽ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ വാലറ്റ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളൊരു മെയിൽ ഐ ഡി കൊടുത്താൽ മതി. ഹ്യൂമൻ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോം ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് ദ ഫോം എന്ന് പറഞ്ഞു, കഴിഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. ഇത്ര ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ കാര്യമെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ് കാര്യങ്ങളെല്ലാം ചെയ്യുക. തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക, എങ്കിലായിരിക്കും എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്തെങ്കിലും ലഭിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.